പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗം ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വനിതാ സംവരണം നടപ്പിലാക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന സങ്കീർണമായ നിബന്ധനകളെ അവർ തന്റെ പ്രസംഗത്തിലൂടെ അക്കമിട്ട് നിരത്തി ചോദ്യം ചെയ്തു. നിലവിലുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ 33% വനിതാ സംവരണം നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2026 ഈ ബില്ല് ചർച്ച ചെയ്യപ്പെടുമ്പോഴും അത് നടപ്പിലാക്കുന്നത് പുതിയ മണ്ഡല പുനർനിർണയത്തിനും സെൻസസിനും ശേഷം മാത്രമായിരിക്കും എന്ന വ്യവസ്ഥ രാഷ്ട്രീയമായി വലിയ ചതിയാണെന്ന് അവർ ആരോപിച്ചു. യഥാർത്ഥത്തിൽ ഈ ബില്ലിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത് സ്ത്രീ ശാക്തീകരണമല്ല, മറിച്ച് മണ്ഡലങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി വെട്ടിമുറിക്കാനുള്ള ഒരു അവസരമായിട്ടാണെന്നാണ് അവർ തുറന്നടിച്ചത്. ഈ നീക്കം ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു തുറന്ന ആക്രമണമാണെന്നാണ് പ്രിയങ്ക ഗാന്ധി വിശേഷിപ്പിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വരെയായി ഉയർത്താൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ ഇതിനായുള്ള കൃത്യമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ബില്ലിൽ വ്യക്തതയില്ല. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ചാണക്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ബിജെപിയുടെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങളും ബുദ്ധിശക്തിയും കണ്ട് അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു എന്നവർ പാർലമെന്റിൽ പറയുകയുമുണ്ടായി. ഇത് കേട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അംഗങ്ങൾ പോലും ചിരിച്ചുപോയത് സഭയിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായി. ബിജെപി സർക്കാരിന്റെ ഈ രാഷ്ട്രീയ അതിബുദ്ധി രാജ്യത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നാണ് അവർ വ്യക്തമാക്കിയത്. മാത്രമല്ല, OBC വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ സംവരണത്തിനുള്ള പ്രത്യേക ക്വാട്ട അനുവദിക്കുന്നതിനെയും അവർ ശക്തമായി എതിർക്കുകയും ചെയ്തു. 2011 സെൻസസ് വിവരങ്ങൾ ഉപയോഗിച്ച് സംവരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജാതി സെൻസസ് നടത്താനുള്ള മടി കാരണമാണെന്നും OBC വിഭാഗങ്ങളുടെ കണക്കുകൾ പുറത്തു വരാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ ആരോപിക്കുന്നുണ്ട്. അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ഡല പുനർനിർണയം വലിയൊരു ഭീഷണിയാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം സീറ്റുകൾ നിശ്ചയിച്ചാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കെ പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പുകളിൽ വിശ്വാസ്യമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത്, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിൽ സംവരണം കൊണ്ടുവന്ന പാരമ്പര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സ്ത്രീകളെ വോട്ട് ബാങ്കായി മാത്രം കാണുന്ന ബിജെപി സമീപനത്തെ പ്രിയങ്ക ഗാന്ധി തകർത്തെറിയുകയായിരുന്നു. ചുരുക്കത്തിൽ, വനിതാ സംവരണത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്ന ബിജെപിയെ ബില്ലിലെ സാങ്കേതിക കുരുക്കുകളും രാഷ്ട്രീയ താല്പര്യങ്ങളും തുറന്നു കാട്ടിക്കൊണ്ട് പ്രതിരോധത്തിലാക്കാൻ ഈ പ്രസംഗത്തിന് സാധിച്ചു. എന്തായാലും ആ പ്രസംഗത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. आखिर जब 2023 में आदरणीय प्रधानमंत्री नरेंद्र मोदी जी की सरकार ने यह अधिनियम सर्वसहमति से पारित किया, तब भारतीय राष्ट्रीय कांग्रेस ने अपनी विचारधारा के अनुकूल इसका पूरा समर्थन किया। आज भी इसमें कोई शक नहीं होना चाहिए कि भारतीय राष्ट्रीय कांग्रेस महिला आरक्षण के पक्ष में डट कर खड़ी है और खड़ी है। लेकिन अध्यक्ष महोदय, सच्चाई ये है कि आज की चर्चा दरअसल महिला आरक्षण पर है ही नहीं। जो विधेयक के सरकार ने पेश किया है उसका प्रारूप हमने पढ़ा, उससे पूरी चर्चा ही बदल गई है। उनकी सरकार के इस विधेयक का सार सुनिए। सबसे पहले इसमें लिखा है कि संसद में महिला आरक्षण 2029 तक लागू होना चाहिए। हम सहमत है। फिर कहा गया है कि इसे लागू करने के लिए लोकसभा सदस्यों की संख्या 50% बढ़ानी पड़ेगी। मतलब कि सीटों की संख्या 543 से बढ़कर 850 तक बढ़ाई जाएगी। और इन सीटों को बढ़ाने के लिए एक परिसीमन आयोग बनाया जाएगा जो 2011 की जनगणना को आधार बनाकर ये कार्य करेगा। ऊपर से इसमें कोई आपत्तिजनक बात नहीं लगती, मगर इसे गहराई से समझा जाए तो इसका असली मकसद उभरता है। वह राजनीति की बू जिसका जिक्र प्रधानमंत्री महोदय ने किया, वह राजनीति की बू इसमें पूरी तरह से घुली हुई है। दरअसल इसी सरकार ने महिला आरक्षण का जो विधेयक सर्वसहमति से 2023 में पारित कराया था, उसमें 2 चीजें थी जो इस विधेयक में नहीं है। उसमें लिखा था कि इसे लागू करने से पहले नई जनगणना और परिसीमन कराई जाएगी। अब अचानक क्या हो गया? मन बदल गया। वही सरकार पुराने आंकड़ों के आधार पर क्यों आगे बढ़ना चाह रही है?
और इतनी जल्दबाजी क्यों? अध्यक्ष महोदय, ये हमारे देश की सच्चाई है कि प्रतिनिधित्व का सवाल जनसंख्या के सवाल से जुड़ा हुआ है। जब तक जातीय जनगणना नहीं होती, सभी वर्गों को उचित प्रतिनिधित्व नहीं मिल सकता। यह अनिवार्य है। ये सरकार 2011 की जनगणना पर आगे बढ़ना इसलिए चाहती है क्योंकि इस जनगणना में ओबीसी वर्ग की संख्या ही नहीं है।